നമ്മുടെ നേരം വൈകുന്നേരത്തിന്റെ യാത്ര തുടങ്ങുന്ന ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്ത കൊല്ലത്തു നിന്നുള്ള വാർത്തയാണ്. അങ്ങേയറ്റം ദുഃഖകരമായ വാർത്തയാണ്. നമ്മുടെ സംവിധാനങ്ങളുടെ അനാസ്ഥയിൽ ഒരു പിഞ്ച് ജീവൻ നഷ്ടപ്പെട്ടതിന്റെ വാർത്തയാണ്. കൊല്ലം തേവലക്കര സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങേയറ്റം അനാസ്ഥ നിറഞ്ഞ നീക്കങ്ങളിലൂടെ ഉണ്ടായ ഒരു സംഭവമാണ്. ഒഴിവാക്കപ്പെടേണ്ട സംഭവമായിരുന്നു. ഒരു കുടുംബത്തിന് അവരുടെ പ്രതീക്ഷയായ ഒരു കുട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചാൽ നമ്മൾ കരുതും അവർ അവിടെ ഏറ്റവും സുരക്ഷിതരായിരിക്കുന്ന ഇടം എന്നതാണ് സ്കൂളുകളെ കുറിച്ച് നമ്മൾ കരുതുന്നത്. അവരെ നോക്കാൻ അധ്യാപകരുണ്ടാകും, ആ സംവിധാനങ്ങൾ ആ സുരക്ഷയിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാകും. അവർ തിരിച്ചെത്തുന്നത് വരെ നമ്മൾ ആ ഒരു വിശ്വാസത്തിലാണ്. അവിടെയാണ് സ്കൂളിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് അച്ഛനൊപ്പം സ്കൂളിലെത്തിയ കുട്ടി 9:15 കൂടിയാണ് ഈ അപകടത്തിൽ പെടുന്നത്. കൊല്ലം തേവരക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മേൽക്കൂരയിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ മരണം സംഭവിക്കുന്നത്. മിഥുൻ എന്ന കുട്ടി 9:15 സ്കൂളിലെത്തുന്നത്. കുട്ടികളുമായി ചില കളികളിലൊക്കെ ഏർപ്പെടുന്നു. നമുക്കറിയാം, ഒരു സ്കൂളിൽ കുട്ടികൾ എന്തൊക്കെ ചെയ്യും എന്നത് ഒരിക്കലും നമ്മൾ മുൻകൂട്ടി കാണുന്ന കാര്യങ്ങളല്ല. അവിടെ ചിലപ്പോൾ അവർ വഴക്കിട്ടെന്നിരിക്കും. ഇവിടെ കുട്ടികൾ തമ്മിൽ ചെരുപ്പെറിഞ്ഞുള്ള ഒരു കളിയായിരുന്നു നടന്നത്. അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. നമുക്ക് ആ ഞെട്ടിക്കുന്ന വാർത്തയുടെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുമ്പോൾ അതിൽ കാണാം, മിഥുൻ ആ ഷീറ്റിന് മുകളിലേക്ക് കയറുന്നുണ്ട്. അവിടെ അല്പം തെന്നലുണ്ടായിരുന്നു. നമുക്ക് മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയമായിരുന്നു. അതിൽ തെന്നി ആ കുട്ടി അവിടെ വീഴാനായി പോകുന്നു. അപ്പോൾ ഇലക്ട്രിക് കമ്പിയിൽ പിടിക്കുകയാണ്. വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് ആ കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. താഴെയുള്ള കുട്ടികളെയൊക്കെ കാണാം. ഇവിടെ ഏറ്റവും വലിയ അനാസ്ഥ ഏതാണ്ട് താഴ്ന്ന് ആ കെട്ടിടത്തിൻ്റെ ഷീറ്റിനോട് താഴ്ന്നാണ് ആ വൈദ്യുതി കമ്പികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതാണ്ട് 2 പതിറ്റാണ്ടായി ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ സംവിധാനം എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പഠിച്ച നിരവധി പേർ അവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഒരു ഷെഡ് പുതുതായി നിർമ്മിക്കുകയാണ്. ആ ഷെഡിന് എങ്ങനെ ഈ വൈദ്യുതി ലൈന് അടുത്ത് ഇങ്ങനെ ഒരു നിർമ്മാണത്തിന് അനുമതി ലഭിച്ചു എന്നത് ആണ് അനാസ്ഥയുടെ ഏറ്റവും പ്രകടമായ ചിത്രം നമ്മളിപ്പോൾ കാണുന്നു ദൃശ്യങ്ങളിൽ. ആ കെട്ടിടത്തിൽ ആ ഷീറ്റ്, ആ താൽക്കാലിക ഷീറ്റ് മേഞ്ഞിരിക്കുന്നതിന് തൊട്ടടുത്തുകൂടി, തൊട്ട് മുകളിൽ കൂടി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചാണ് മിഥുന് ഷോക്കേൽക്കുന്നത്. ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ സാമാന്യ ബോധമുള്ള ആരും ഇതൊരു അപകടാവസ്ഥയാണെന്ന് തിരിച്ചറിയുകയും അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ സ്കൂളിനോ അവിടെയുള്ള തദ്ദേശ ഭരണാധികാരികൾക്കോ പൊതുപ്രവർത്തകർക്കോ ആ സ്കൂളുമായി ബന്ധപ്പെടുന്ന ആർക്കുമോ അതിൽ ആശങ്കകൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റൽ ദൃശ്യങ്ങളാണ്. ആ കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം ഉൾപ്പെടെ നമുക്ക് കാണാം. യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ഒന്നും ആർക്കും തോന്നിയില്ല. ആ ദുരന്തം കാത്തിരുന്നു മിഥുനെ. ഇന്നാണ് അത്തരമൊരു സംഭവം, ദുരന്തം അവിടെ സംഭവിക്കുന്നത്. സ്കൂളുകാരുടെ അനാസ്ഥയാണ് ഇത് എന്നത് നമുക്ക് പറയാം. ഒപ്പം വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. എങ്ങനെ ഈ സ്കൂളിന് അനുമതി ലഭിച്ചു എന്നത് നമ്മൾ പരിശോധിക്കണം. ഫിറ്റ്നസ് ഉണ്ട് എന്നതാണ് സ്കൂൾ മാനേജ്മെൻറ്റ് അവകാശപ്പെടുന്നത്. പക്ഷേ ഈ നിർമ്മാണത്തിന് എങ്ങനെ ഫിറ്റ്നസ് ലഭിച്ചു എന്നത് ഒരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ അവർക്ക് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ലഭിച്ചത്, അതിൽ എങ്ങനെ വെള്ളം ചേർക്കപ്പെട്ടു എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാനേജ്മെൻറ്റിൻ്റെ ഈ അവസ്ഥയിലും അവർ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കം നടത്തുന്നു. ചോദ്യം ഇതാണ്, കുട്ടി അവിടെ ഷീറ്റിന് മുകളിൽ കയറിയത് കൊണ്ടാണല്ലോ അപകടം സംഭവിച്ചത് എന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ ചോദ്യം. പക്ഷേ മന്ത്രിക്ക് പോലും ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന്. അദ്ദേഹം പോലും ആ സാഹചര്യം എന്താണ് എന്നത് പരിശോധിക്കണമെന്ന് പറയുന്നു. വൈദ്യുതി മന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ ഏതാണ്ട് ആ കുറ്റം സമ്മതിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. ക്രമക്കേട് വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയിലേക്ക് കടക്കും. അതൊക്കെ ഉണ്ടാവുമല്ലോ. അതിലെ അന്വേഷിക്കാൻ പറഞ്ഞത്.
ഇത് ഈ ഒറ്റ കാര്യം കൂടെ മിനിസ്റ്റർ, ഈ ലൈൻ ഇവിടുന്ന് മാറ്റണമെന്ന് സ്കൂളുകാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അത് സ്കൂളുകാർ KCB യോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ KCB അത് ചെവി കൊണ്ടില്ല എന്നുള്ളൊരു. സ്കൂള് ലൈൻ വന്ന ശേഷമാണോ സ്കൂൾ വന്നത്, സ്കൂൾ വന്ന ശേഷമാണോ ലൈൻ വന്നത് എന്നുള്ളത് അറിയണല്ലോ. അതൊരു പഴയ സ്കൂളാണ്. മാത്രമല്ല അതൊരു ഡെപ്യൂട്ടി സിഇനെ കൊണ്ട് അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഒരു വീട്ടിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം എന്താണ് എന്ന് നമുക്കറിയാം. വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് മിഥുൻ. അമ്മ ഈ കുടുംബം നയിക്കാനായി വിദേശത്ത് ജോലിക്ക് പോയതാണ്. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. ഏറെ പ്രതീക്ഷയോടുകൂടി അവൾ വളർത്തിക്കൊണ്ടുവന്ന മകനാണ്. ഒരു വീട്ടിലെ കുട്ടിയെ നഷ്ടപ്പെട്ട ദുഃഖം എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ വിഷയത്തിലെ പ്രതികരണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നും മന്ത്രി പറയുന്നു. മന്ത്രി ഇതിനോടകം തന്നെ അവിടേക്ക് എത്തും എന്ന കാര്യവും അറിയിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം കൂടി കാണാം. സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി പോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി ഷാനവാസ് IAS അങ്ങോട്ട് പോയിട്ടുണ്ട്. കൊല്ലം DDയും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനും ഉച്ചശേഷം സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് കേരളത്തിലെ ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുണ്ടല്ലോ, ആ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. 100ഓളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുക എന്നതാണ്. അവിടെ എത്തുക, എന്താണ് കാര്യങ്ങളെന്ന് അന്വേഷിക്കുക, നടപടികൾ എടുക്കുക എന്നതാണ്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്നു. അദ്ദേഹം അവിടെ സ്കൂൾ സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന കാര്യവും അദ്ദേഹം ഉറപ്പിക്കുന്നു. ഇപ്പോൾ സ്കൂൾ അധികാരികൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കുന്നു. അതിനുശേഷമാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൻ്റെ പ്രശ്നവും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തും. എന്തായാലും സംഭവിച്ചു പോയി. നമുക്ക് ആ മോൻ്റെ കൂടെയാണ് നമ്മൾ ആ കേരളം മുഴുവൻ. അത്ര വിഷമമാണുള്ളത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ പിന്നെ വേറൊരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയാണ് മുകളിൽ കയറിയത്. അത്ര ആ നിലയിൽ മനസ്സുള്ളവനാണ്. അപ്പോൾ അവൻ്റെ അമ്മ ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്ത് സഹായം വേണോ ആ കുട്ടിയുടെയും കുട്ടിയുടെ കുടുംബത്തിനും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ബാലഗോപാലിനെ അടിയന്തരമായിട്ട് ഇവിടെ ചെന്ന കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി പറഞ്ഞു. മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് സംഭവം. എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം തന്നെ ആവശ്യമാണ്. 14,000 സ്കൂളുകളുള്ളതിൽ അവിടെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ മാത്രം ഇങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായവരെ കർശനമായ നടപടി സ്വീകരിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. എന്നാൽ വ്യാപക വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇതിൽ സ്കൂൾ അധികൃതർ മാനേജ്മെന്റിനുണ്ടായിട്ടുള്ള വീഴ്ച വളരെ പ്രകടമാണ്. ഒപ്പം തന്നെ ഈ വൈദ്യുതി വകുപ്പിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ കൂടി കാണാം. PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. നമ്മൾ കാണുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും അനാസ്ഥയാണ്. അനാസ്ഥ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്ന വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ലാത്ത അനാസ്ഥയാണ്. കേരളത്തിൽ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ലാത്ത അനാസ്ഥയാണ് ഇപ്പോൾ ഓരോ വകുപ്പിലും കാണുന്നത്. ഇതിൽ ഒരു സംഭവം ഉണ്ടായാൽ അതിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രകടമാണ്. അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകും. അതിൽ MV ഗോവിന്ദന്റെ പ്രതികരണം ആ സ്കൂൾ ഭരിക്കുന്നത് CPM അല്ല എന്നുള്ളതാണ്. അവിടെയുള്ള മാനേജ്മെന്റ് ജനകീയ സമിതിയാണ്, അതിൽ പാർട്ടിക്കാരുമുണ്ട്. ആവശ്യമായ പരിശോധന സർക്കാർ സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് 8ാം തരം വിദ്യാർത്ഥിയായ മിഥുന്റെ മരണം.
അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഞങ്ങളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പാർട്ടി ഭരിച്ചാലും മറ്റു ഭരിച്ചില്ല, പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ. അതായത് ജനകീയ സമിതിയാണ്, വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ. അതൊരു ജനകീയ സമിതിയാണ്. ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അതാ പറഞ്ഞതും പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എന്തിനാണ് പാർട്ടികൾ അവിടെ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ വേണം. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അതീവ ദുഃഖകരമായ ഒരു സംഭവമല്ലേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇതുപോലെ ദാരുണമായി മരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. അതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥ. എന്തായാലും വിശദമായ അന്വേഷണങ്ങൾക്കുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ കുട്ടിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ ഉൾപ്പെടെയുള്ള ധനസഹായം വൈദ്യുതി മന്ത്രി തന്നെ ഇതിനോടകം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. കോട്ടയത്ത് നമ്മൾ കണ്ടതാണ് ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണ് ബിന്ദു എന്ന സ്ത്രീ മരിച്ച സംഭവം. ആശുപത്രി സുരക്ഷിതമല്ല എന്ന ചർച്ച അതുമൂലമുണ്ടായി. ഇപ്പോൾ ഒരു സ്കൂളിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ഒരു കുട്ടിയുടെ മരണം സംഭവിക്കുന്ന സാഹചര്യം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണം. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇനി ഇത് ആവർത്തിക്കപ്പെടരുത്. ഇങ്ങനെ ഗുരുതരമായ അപകട സാഹചര്യങ്ങൾ ഒരുക്കുന്ന അവസ്ഥകൾ ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തുകയും നടപടിയെടുക്കുകയും വേണം. സ്കൂൾ അധികൃതരും നമ്മുടെ സംവിധാനങ്ങളും അതിന് ശ്രമിക്കണം. അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഈ സംഭവം മാറട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മൾ